കോട്ടയം ലോക്സഭാ സീറ്റിൽ മുന്നണികൾക്കായി അംഗത്തിനിറങ്ങുന്നത് പ്രാദേശിക പാർട്ടികളാണ്. PJ ജോസഫും ജോസ് കെ മാണിയും നയിക്കുന്ന കേരള കോൺഗ്രസുകളും തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJSുമാണ് മത്സരരംഗത്ത്. ഈ മൂന്ന് പാർട്ടികൾക്കും മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും സ്വാധീനമില്ല. CPM-നെയും കോൺഗ്രസിനെയും BJP-യെയും ആശ്രയിക്കേണ്ട സാഹചര്യമാണുള്ളത്. LDF-നായി തോമസ് ചാഴിക്കാടൻ, UDF-നായി K. ഫ്രാൻസിസ് ജോർജ്, NDA-ക്കായി തുഷാർ വെള്ളാപ്പള്ളി. സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടെ മുന്നണി പ്രവർത്തകർ ഉണർന്നു. തോമസ് ചാഴിക്കാടന്റെ ജനസമ്മതി, MP ഫണ്ടിന്റെ 100% വിനിയോഗം, മുന്നണി മാറിയെങ്കിലും 2 ചിഹ്നം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം, സുശക്തമായ CPIM സംഘടനാ സംവിധാനം, ഇവയാണ് LDF-ന്റെ കരുത്ത്. മുന്നണി മാറ്റത്തിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്കറിയാമെന്ന് തോമസ് ചാഴിക്കാടൻ. ഞങ്ങൾ ഒരു രാഷ്ട്രീയമായ തീരുമാനമെടുത്തു എന്നത് ശരിയാണ്. ആ തീരുമാനം ശരിയായിരുന്നു എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. അല്ലാതെ യാതൊരു തരത്തിലുള്ള വഞ്ചനയും UDF-നോട് കാണിച്ചിട്ടില്ല എന്നത് ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്. വിജയിച്ച ശേഷം UDF വിട്ട ചാഴിക്കാടനോടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം. നിയമസഭാ വോട്ട് നിലയിൽ മുൻതൂക്കം, 5 മണ്ഡലങ്ങളിൽ ശക്തരായ UDF MLA-മാർ, ഭരണവിരുദ്ധ വികാരം, അടിസ്ഥാനപരമായി UDF മണ്ഡലം, ഇതൊക്കെ വോട്ട് കൊണ്ടുവരുമെന്ന വിശ്വാസമാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനുള്ളത്. പലരോടും കോട്ടയത്തെക്കുറിച്ചുള്ള കൂടുതൽ ആശയങ്ങൾ, എന്താണ് നമുക്ക് കോട്ടയത്ത് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു വിവരശേഖരണം കൂടി ഞാൻ ഇതിനിടയിൽ നടത്തുകയാണ്. അപ്പോൾ പൊതുവിൽ കോട്ടയം ഇപ്പോൾ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കോട്ടയം പട്ടണം, പിന്നെ നമ്മൾ ഓരോ നിയോജക മണ്ഡലം എടുത്താൽ ആ നിയോജക മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? ഇവിടുത്തെ കാർഷിക വിഷയങ്ങളുണ്ട്, റബ്ബറിൻ്റെ നെല്ലിൻ്റെയൊക്കെ വിഷയങ്ങളുണ്ട്. പിന്നെ കോട്ടയത്ത് ഇപ്പം മുടങ്ങിക്കിടക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സയൻസ് സിറ്റി പോലെയൊക്കെയുള്ള നല്ലൊരു പ്രോജക്റ്റാണത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കത്തും ഏറ്റുമാനൂരിലുമായി 57,607 വോട്ടുകൾ നേടാനായതിന്റെ ആത്മവിശ്വാസം. SNDP ഭാരവാഹികളെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ, BJP-യുടെ സംഘടനാ ശേഷി, കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ, ഇവയാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ തുറുപ്പുചീട്ട്. 400 സീറ്റിന് മുകളിൽ ഏറ്റവും കുറഞ്ഞ NDAക്ക് സീറ്റ് കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ജയിക്കുന്ന ഒരാളെ ഇവിടുന്ന് ജയിപ്പിച്ച് വിട്ടാൽ മാത്രമേ ഇവിടുത്തെ അവിടെ NDAയുടെ ഒരാളെ ജയിപ്പിച്ച് ഇവിടുന്ന് വിട്ടാൽ മാത്രമേ ഇവിടുത്തെ കേന്ദ്രത്തിലെ ഡെവലപ്മെന്റ് ഇവിടെ എത്തിക്കാൻ കഴിയൂ. കോട്ടയം ലോക്സഭാ സീറ്റിൽ 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഏറ്റുമുട്ടുന്ന കേരള കോൺഗ്രസുകൾക്ക് ഇത് അഭിമാന പോരാട്ടമാണ്. NDAക്കാകട്ടെ വോട്ട് വിഹിതം ഉയർത്തുക എന്ന ലക്ഷ്യവും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.